പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അയ്യപ്പനും അഭിലാഷും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. അപ്പോൾ അഭിലാഷ് പറയുകയാണ്, ആ വിക്രം ജീവനോടെ ഇരുന്ന് നിങ്ങളുടെ മോളെ എന്തായാലും ആർക്കും കല്യാണം കഴിക്കാൻ പറ്റില്ല, അതിന് അവൻ ഇല്ലാതാവണം. അയ്യപ്പൻ പറയാണ്, ഇനി അവന്റെ ഒരു ശല്യം ഉണ്ടാവില്ല. ഞാൻ വിനയൻ സാറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇനി അദ്ദേഹം നോക്കിക്കോളും. അപ്പോ അഭിലാഷ് പറയുകയാണ്, ആര് വിചാരിച്ചാലും നിങ്ങളുടെ മോളുടെ പുറകിൽ നിന്ന് അവൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് വീട്ടിൽ താലി കെട്ടിയ ഒരു പെണ്ണ്, പിന്നെ പുറത്ത് നിങ്ങളുടെ മകൾ. എന്തായാലും നിങ്ങളുടെ മകളെ ആരെ കൊണ്ടും കല്യാണം കഴിപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അതിന് സാധിക്കേയില്ല. അപ്പോൾ അയ്യപ്പൻ ദേഷ്യത്തില് അഭിലാഷിന്റെ കോളറിൽ കുത്തിപ്പിടിക്കുമ്പോൾ അഭിലാഷ് പറയുകയാണ്, ഇത് എന്നോടല്ല കാണിക്കേണ്ടത്, നിങ്ങളുടെ മകളുടെ പുറകെ നടക്കുന്ന അവനില്ലേ, അവനോട് വേണം ഈ വീറും വൈരാഗ്യമൊക്കെ കാണിക്കാൻ. മദ്യപിച്ച് കഴിയുമ്പോൾ രണ്ട് ചാട്ടം ചാട്ടിയിട്ട് ഒരു കാര്യമില്ല. വിക്രമിനെ ഒതുക്കണമെങ്കിൽ അത് പ്ലാൻ ചെയ്ത് തീർക്കണം. അവനില്ലാതായാൽ എന്തായാലും നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കും. അവനെ നമുക്ക് ഇല്ലാതാക്കിയാലോ? അപ്പൊ അയ്യപ്പൻ പറയാം, നീ പറയുന്നതാ ശരി, അവനെ ഇല്ലാതാക്കണം. നീ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോ, ഈ അയ്യപ്പൻ കൂടെ തന്നെ ഉണ്ടാവും. ഇത് കേട്ട് അഭിലാഷിന് സന്തോഷമാവുന്നു. അഭിലാഷ് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ച് അയ്യപ്പന് കൊടുക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീജയാണെങ്കിൽ റെസ്യൂം എടുത്തിട്ട് വന്നിട്ട് വിശ്വയോട് പറയാണ്, ദേ വിശ്വേട്ടാ, ഇതിനകത്തൊന്ന് സൈൻ ചെയ്തേ. അപ്പോൾ വിശ്വം പറയാം, എന്തിനാ ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതുമാണോ? അപ്പോൾ ശ്രീജ പറയുകയാണ്, നല്ല അന്തസ്സും അഭിമാനമുള്ള ഒരു ജോലി കിട്ടിയാൽ പോകുമെന്നല്ലേ വിശ്വേട്ടൻ പറഞ്ഞത്, നമുക്ക് ഇതെന്തായാലും വേദയുടെ കൊടുക്കാം. വേദയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കാശുള്ളവരല്ലേ, എന്തായാലും നല്ലൊരു ജോലി വിശ്വേട്ടനെ കിട്ടാതിരിക്കില്ല. വേദ നല്ല കുട്ടിയാ, വേദയുടെ നല്ല മനസ്സിന് എന്തായാലും വിശ്വേട്ടന് നല്ലൊരു ജോലി വാങ്ങി തരാതിരിക്കില്ല. എന്തായാലും വിശ്വേട്ടൻ ഇതൊന്ന് സൈൻ ചെയ്തേ, അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് വിശ്വം ചോദിക്കുമ്പോൾ ശ്രീജ പറയാം, വേണം വിശ്വേട്ടാ, നമുക്കും കുടുംബമായിട്ട് ജീവിക്കണ്ടേ? വിഷം പറയാം, പിന്നെ ഇപ്പോൾ ഇത് ജീവിക്കുന്നത് കുടുംബമായിട്ടല്ലേ? ശ്രീജ പറയാം, അങ്ങനെയല്ല, നമുക്കും സ്വന്തം കുടുംബമായിട്ട് ജീവിക്കണം, നമ്മുടെ കുഞ്ഞുമായിട്ട്. വിഷം പറയാം, അപ്പോൾ അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കണമെന്നാണോ നീ പറയുന്നത്? ശ്രീജ പറയാം, അങ്ങനെയൊന്നുമല്ല, നമ്മുടെ മോളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണ്ടേ, അവൾക്ക് വേണ്ടി ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വെക്കണ്ടേ, എന്നും എൻ്റെ വീട്ടുകാരുടെ കൂടെ നിർത്തിയാൽ മതിയോ നമ്മുടെ മോളെ? അതൊന്നും പറ്റില്ല. അപ്പോൾ വിഷം പറയാം, ഞാൻ സൈൻ ചെയ്ത് തന്നേക്കാം, ദാ കൊണ്ടുപോയി വേദയ്ക്ക് കൊടുക്കുക. അപ്പോൾ ശ്രീജ പറയുകയാണ്, ഏയ് ഞാനല്ല, വിശ്വേട്ടൻ തന്നെ കൊണ്ടു കൊടുക്കണം, എന്നാലേ വേദയ്ക്ക് വിശ്വേട്ടനൊരു ആത്മാർത്ഥത ഉണ്ടെന്ന് തോന്നുന്നു, കൊണ്ടുകൊടുക്ക്. അങ്ങനെ വിശ്വം ചെന്നിട്ട് വേദ എന്ന് വിളിക്കുന്ന സമയത്ത് വിക്രവും കയറി വരുന്നു. അപ്പോൾ വിക്രം ചോദിക്കുക, എന്താ ഒരു ആപ്ലിക്കേഷനൊക്കെ? അപ്പോൾ വിശ്വം പറയാം, ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ. അപ്പോൾ വിക്രം പറയാം, വെറുതെ ഒന്നും വിളിക്കില്ല, എന്തോ കാര്യമുണ്ട്. അപ്പോൾ വിശ്വം പറയാണ്, അത് പിന്നെ ഇന്ന് എന്താ കറിയെന്ന് ചോദിക്കാനാണ് വിളിച്ചത്. വിക്രം പറയാം, ഇവളാണോ ഇപ്പോൾ ചോറും കറിയൊക്കെ വെക്കുന്നത്? അപ്പോൾ വേദ, അതെന്താ, ഞാൻ ചോറ് വെച്ചാൽ വേവില്ലേ? അപ്പോൾ വിക്രം പറയാം, എങ്കിൽ പിന്നെ അമ്മയോട് ചോദിച്ചിട്ടില്ല. അമ്മയെ ഇത് വിളിക്കുന്ന സമയത്ത് വേദ പറയുകയാണ്, ദേ ഒന്നും മിണ്ടായിരിക്കും, ബഹളം വെക്കാതെ, ഞാൻ അടുക്കള കയറിയിട്ടേ ഇല്ല. അപ്പോൾ വിക്രം പറയുകയാണ്, അതാ നല്ലത്. അല്ല, ഈ വീട്ടിലുള്ളവർക്കെല്ലാം നിന്നോടൊരു സ്പെഷ്യൽ കൺസേൺ ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. വേദ പറയുകയാണ്, അതങ്ങനെ, നല്ല മനസ്സുള്ളവരോട് പ്രത്യേക സ്നേഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ വിക്രം പറയാം, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്നിട്ട് വിശ്വത്തോട് പറയുകയാണ്, ദേ അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ, ഇവളെ നിർത്തേണ്ടടുത്ത് നിർത്തിയാൽ മതി, കേട്ടല്ലോ. അങ്ങനെ വേദയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. പെട്ടെന്ന് വിക്രം ഫോൺ എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ വേദ പറയാം, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അല്ല, എവിടേക്കാ പോകുന്നത്? വിക്രം, അത് പിന്നെ ശ്മശാനത്തിലേക്ക്. എന്താ വരുന്നോ? അപ്പോൾ വേദ പറയാം, അവിടെ ആരുമായിട്ടാ കൂട്ട്? വിക്രം പറയാം, ദേ വേദാളം, നീ ഒന്ന് പോയേ. വേദയാണെങ്കിൽ എപ്പോഴാ വരുന്നേ, എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയാം, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ, എൻ്റെ ഭാര്യയോ? അപ്പോൾ വേദ പറയാം, എന്താ നിങ്ങൾക്കറിയില്ലേ, ദേ താലി. അപ്പോൾ ദേഷിച്ച് വിക്രം പറയാം, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എടുത്ത് കാണിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക താലി, ദേ പൊക്കോണം വേദാളം എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നു. വേദയാണെങ്കിൽ വിക്രമിന് ടാറ്റയൊക്കെ കൊടുത്താണ് വിടുന്നത്. അങ്ങനെ വിശ്വ ആണെങ്കിൽ ആ റെസ്യൂമായിട്ട് തിരികെ വരുന്ന കണ്ടിട്ട് ശ്രീജ പറയാം, ഇത് കൊടുത്തില്ലേ? അപ്പോൾ വിശ്വം, ഇല്ല, ആ സമയത്തല്ലേ വിക്രം കയറി വന്നത്, അത് കഴിഞ്ഞ് കൊടുത്താൽ നമ്മളെന്തോ ഒളിപ്പിക്കുക എന്നൊക്കെ വിചാരിക്കില്ലേ? ശ്രീജ പറയാം, എങ്കിൽ പിന്നെ ഞാൻ കൊടുക്കാം. വിശ്വം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇന്ന് കൊടുക്കാൻ എടുത്തപ്പോഴേ എന്തൊക്കെയോ പ്രശ്നം, ഇന്നിനിപ്പം കൊടുക്കുകയേ വേണ്ട. അല്ല, നമ്മൾ വേദയുടെ സഹായം സ്വീകരിച്ചെന്നറിഞ്ഞാൽ വിക്രമിന് എന്ത് സങ്കടമാവും, അതുകൊണ്ട് ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ശ്രീജ പറയാം, നിങ്ങൾ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് വിശ്വ ആണെങ്കിൽ ആ റെസ്യൂമൊക്കെ അങ്ങ് കീറി കളയാണ്. വിശ്വത്തിന് ജോലിക്ക് പോകണമെന്നുള്ള തോന്നലേ ഇല്ല. അടുത്തതായിട്ട് കാണിക്കുന്നത് രാധയാണെങ്കിൽ അച്ഛനെ കാത്ത് നിൽക്കുക. അപ്പോൾ അമ്മ ചോദിക്കുക, നീ ആരെയും നോക്കി നിൽക്കുന്നത്? അങ്ങേര് വെള്ളം അടിച്ച് വല്ല ബാറിലും കിടക്കുന്നുണ്ടായിരിക്കും, നമ്മളെന്തിനാ അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്? ഈ സമയം രാധയ്ക്കൊരു ഫോൺ കോൾ വരുന്നു. നിങ്ങളുടെ അച്ഛൻ ഒരു ബാറിൽ വെള്ളം അടിച്ച് കിടപ്പുണ്ട്, വന്ന് എടുത്തോണ്ട് പോ. അപ്പോൾ രാധ ഏതാന്നൊക്കെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ രാധയുടെ അമ്മ ചോദിക്കുക, അല്ല നീ ഈ രാത്രിയിൽ എങ്ങോട്ടാ? അങ്ങേര് എപ്പോഴായാലും ഇങ്ങ് വന്നോളും, നീ ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ രാധ പറയാം, നാട്ടുകാർ അതും ഇതൊക്കെ പറയില്ലേ,
ഞാൻ എന്തായാലും പോയിട്ട് അച്ഛനെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് രാധ ഓട്ടോ എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരാൾ കത്തിയായിട്ട് രാധയുടെ ഓട്ടോയിൽ കയറിയിട്ട് നേരെ ആ ബൈക്കിന്റെ പുറകെ വിട്ടേരെ, നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. രാധ പേടിച്ച് ആ ബൈക്കിന്റെ പുറകെ പോകുന്നു. ഈ സമയം വിക്രമിനെ കണ്ടിട്ട് രാധ ഒന്ന് പരുങ്ങലോടെ നോക്കുന്നു. ഇത് വിക്രമിനും മനസ്സിലാവുന്നു. വിക്രമാണെങ്കിൽ രാധയുടെ പുറകെ പോകുന്നുണ്ട്. രാധ ഓട്ടോയിൽ കയറി ആളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഇത് എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, അഭിലാഷ് അവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, നിന്റെ അച്ഛനും ഉണ്ട്, നിന്നെ കാര്യമായിട്ടൊന്ന് സ്വീകരിക്കാനാ ഞങ്ങളുടെ തീരുമാനം. അഭിലാഷിന് കൊതിയായിട്ട് വയ്യ നിന്നെ കാണാൻ. അപ്പോൾ പോവല്ലേ, നേരെ അങ്ങോട്ട് വിട്ടോ. ഈ സമയം ഗോഡൌണിൽ അഭിലാഷ് ആണെങ്കിൽ അയ്യപ്പനെ വീണ്ടും വീണ്ടും മദ്യം കുടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അയ്യപ്പനോട് പറയുകയാണ്, ദേ നിന്റെ മോളിപ്പോൾ വരും, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി, അവളെ ഒന്ന് സ്നേഹിക്കും, അതിനുശേഷം രണ്ടിനെ അങ്ങ് തീർത്ത് കളയും, എന്നിട്ട് ഇത് ആ വിക്രമിൻ്റെ തലയിൽ വെച്ച് കൊടുക്കും, അവൻ്റെ ശല്യവും തീരും. എന്നിട്ട് മദ്യം കുടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം രാധ അവിടേക്ക് വരുമ്പോൾ അഭിലാഷ് പറയാം, വന്നല്ലോ എൻ്റെ മാലാകുട്ടി, നീ എവിടേക്കായി പോകുന്നത് എന്ന് പറഞ്ഞിട്ട് രാധയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ദേ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ പോവുക, ആ റൂമിലേക്ക് ഇനി ആരും വരരുത്, വാ നമുക്ക് അങ്ങോട്ട് പോയി സ്നേഹിക്കാമെന്ന് പറഞ്ഞ് രാധയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ രാധ അഭിലാഷിൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് തന്നെ വിക്രം അവിടേക്ക് വരുന്നു. വിക്രം പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അടിച്ചിട്ടിട്ട് രാധയുടെ കൈ പിടിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അഭിലാഷിനോട് പറയാം, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളെ ദ്രോഹിക്കാൻ വരരുത്, നീ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് അഭിലാഷിൻ്റെ കൈ പിടിച്ചോടിക്കുന്നു. ഈ സമയം വിക്രമിനെ കാണാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് പുറത്ത് വരാന്തയിൽ ഇരിക്കുകയാണ് വിക്രമിന്റെ അമ്മ. അമ്മ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് വേദ ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ്, അത് പിന്നെ ഈ ഇടയായിട്ട് അവൻ താമസിച്ചു വരുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് നിറയാൻ ആദ്യം, പ്രത്യേകിച്ച് മോള് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം. അപ്പോൾ അതെന്താ കാര്യമെന്ന് വേദ തിരക്കുമ്പോൾ അമ്മ പറയുകയാണ്, അത് പിന്നെ പെൺകുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് നിറഞ്ഞാലേ ഈ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാവും. വേദ പറയുകയാണ്, അപ്പോൾ വിക്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്നെ മരുമകളായിട്ട് അമ്മ അംഗീകരിച്ചല്ലേ? അമ്മ എന്നോട് സമ്മതിക്കേണ്ട, അത് തുറന്നു പറയാത്ത കാരണവും എനിക്കറിയാം. അമ്മ ഒന്നും പറയണ്ട, പക്ഷേ അമ്മ എന്നെ നോക്കുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് എനിക്കത് വായിച്ചെടുക്കാനാവും. അല്ല, അമ്മ എന്നും വിക്രമിന് വേണ്ടി ഇത്രയും നേരം കാത്തിരിക്കുമോ? അപ്പോൾ അമ്മ പറയുകയാണ്, അത് പിന്നെ ഏത് മക്കളെയാ അമ്മമാരിങ്ങനെ കാത്തിരിക്കാത്തത്? ഒരുള്ള ചോറുമായിട്ട് അമ്മ കാത്തിരിക്കുമെന്ന് അവർ വിചാരിക്കില്ലേ? വന്നു കയറുമ്പോഴേ അവർ വിളിക്കുന്നത് അമ്മേ എനിക്ക് ചോറില്ലേ എന്നല്ലേ? അപ്പോൾ ഏതൊരമ്മയ്ക്കും ഉറങ്ങാൻ പറ്റില്ല, മക്കൾ വരുന്നിടം വരെ അത് കാത്തിരിക്കും. ഞാനും അതുപോലെ തന്നെയാണ്. വിക്രം വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ഇവിടെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. ആ സമയം തന്നെയാണ് വിക്രം എന്നോട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. എന്നോടെല്ലാം തുറന്നു പറയും. വേദ പറയാം, എല്ലാം അമ്മയോട് പറയാറുണ്ടോ? അമ്മ പറയാം, അത് പിന്നെ അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും അവനെ പറ്റി മോശം പറയെങ്കിലും ചിലരൊക്കെ അവൻ്റെ നല്ലതും പറയാറുണ്ട്. പാർട്ടിക്കാർക്ക് വേണ്ടി ഓരോ അടിപിടി കേസ് ഉണ്ടാക്കുന്നെങ്കിലും ഞാൻ വിക്രമിനെ ന്യായീകരിച്ചാൽ അപ്പോഴേ മാഷ് എന്തെങ്കിലും എന്നെ പറയും. കുട്ടിക്കാലത്ത് അവനെ അടിക്കേണ്ട ആവശ്യമേ ഉണ്ടായിട്ടില്ല, പക്ഷേ അടിക്കേണ്ട ആവശ്യം വന്നപ്പോഴത്തേന് അവൻ വളർന്നു വലുതായി. ശരിക്കും പറഞ്ഞാൽ ഞാനില്ലാതെ അവന് ജീവിക്കാനേ കഴിയില്ല. എന്ത് ആവശ്യത്തിനും ഞാൻ എപ്പോഴും കൂടെ വേണം. ശരിക്കും പറഞ്ഞാൽ ഒരമ്മക്കുട്ടി തന്നെ. മാഷും അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഞാൻ വന്നതിന് ശേഷം കുറേയൊക്കെ മാറ്റം ഉണ്ടായത്. അപ്പോൾ വേദ പറയാം, അങ്ങനെയാണോ? എന്നിട്ട് ചിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ്, അതെ, ഇനി അവൻ്റെ കാര്യം നോക്കാൻ മോളുണ്ടല്ലോ, ഞാൻ പോയി കിടക്കട്ടെ, മോളിവിടെ ഇരുന്നോ. അങ്ങനെ വേദ വിക്രമിനെ കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ പറയുകയാണ്, ഇങ്ങനൊരു മിടുക്കി കുട്ടിയെ അവൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ദൈവം എന്തായാലും ഇത് എന്നും നിലനിർത്തും എന്നിങ്ങനെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ വേദയ്ക്ക് സന്തോഷമാവുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.